നമസ്കാരം. ഗുഡ് ഹെൽത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ നീതു പുത്തലോൺ കുന്നത്താണ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജി, അമൃത ഹോസ്പിറ്റൽ. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വിഷയം യൂട്രൈൻ ക്യാൻസർ ആണ്. അത് ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ആവും, അതെങ്ങനെയാണ് വരുന്നത്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മാം ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ്. നമസ്കാരം ഡോക്ടർ. നമ്മൾ പൊതുവേ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് യൂട്രൈൻ ക്യാൻസർ എന്ന് പറയുന്നത്. അത് എന്താണെന്നൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? യൂട്രൈൻ ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് പ്രത്യുൽപാദന അവയവങ്ങൾ, അതിൽ വരുന്നതാണ് യൂട്രസ്. യൂട്രസ്, ഓവറി, ട്യൂബ്, സെർവിക്സ് അതായത് ഗർഭപാത്രമുഖം, പിന്നെ വജൈന, വൾവ, ഇതിലൊക്കെ നമുക്ക് വിവിധ തരം ക്യാൻസേഴ്സ് ഉണ്ടാവാം. യൂട്രസ് തന്നെയാണെങ്കിൽ യൂട്രസിൻ്റെ ഭിത്തിയിൽ 3 ലെയേഴ്സ് എന്ന് പറയും. അതായത് ഉൾഭിത്തി, അതായത് എൻഡോമെട്രിയം, പിന്നെ മസിലുണ്ട്, അതിന് പുറത്ത് സിറോസ എന്ന് പറഞ്ഞ ലെയറുണ്ട്. ഇതിൽ ഓരോന്നിലും വ്യത്യസ്തമായ ക്യാൻസേഴ്സ് വരാം. ഈ യൂട്രസിന്റെ താഴത്തെ ഭാഗമാണ് ഗർഭപാത്ര മുഖം, അതിൽ സെർവിക്സ്, അതിൽ വേറെ തന്നെ ടൈപ്പാണ് ക്യാൻസേഴ്സ്. യൂട്രസിൽ വരുന്ന ക്യാൻസേഴ്സ് ഇപ്പം എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഉൾഭിത്തിയിലാണെങ്കിൽ എൻഡോമെട്രിയൽ കാർസിനോമ എന്ന് പറയും. പിന്നെ മസിലിൽ നിന്ന് ചിലപ്പോൾ വളരെ റെയറായിട്ട് വരാം, അത് സാർക്കോമാസ് എന്ന് പറഞ്ഞിട്ട്, അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പം ഇതിനെല്ലാം കൂടി നമുക്ക് യൂട്രൈൻ ക്യാൻസർ എന്ന് പറയാം. ഓരോന്നിനും അതിൻ്റേതായ റീസൺസും ട്രീറ്റ്മെൻറ്റ്സും എല്ലാം വേറെ വേറെയാണ്. ഓക്കെ. വളരെ കോമൺ ആയിട്ട് കാണുന്ന യൂട്രൈൻ ക്യാൻസേഴ്സ്, അതിൻ്റെ ടൈപ്സ് ഒന്ന് പറയാമോ? യൂട്രൈൻ ക്യാൻസർ യൂഷ്വലി നമ്മളിപ്പം കൂടുതലായിട്ട് കാണുന്ന എൻഡോമെട്രിയമാണ്. ഇപ്പോൾ കൂടി വരികയാണ് CA എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഈ ഉൾഭിത്തിയിലെ ക്യാൻസേഴ്സ്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 ആണെങ്കിൽ കൂടുതലും ഈ കുറച്ച് ഇറെഗുലർ ബ്ലീഡിങ്, അങ്ങനെ തടിയുള്ള ആൾക്കാർ, കുറച്ച് ഹൈപ്പർ ഈസ്ട്രോജനിക് ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാർ, അതിലേക്ക് നമുക്ക് വരാം. അങ്ങനെയുള്ളവർക്കാണ് വരുന്നത്. അത് കുറച്ചുകൂടെ നല്ല പ്രോഗ്നോസിസ് ഉള്ള ക്യാൻസറാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും, കാരണം ഇവർക്ക് ബ്ലീഡിങ് ആണ് വരിക. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കും, വേഗം ട്രീറ്റും ചെയ്യാം, അതിനുള്ള റെസ്പോൺസും നല്ലതാണ്. ടൈപ്പ് 2 കുറച്ച് വയസ്സായ ആൾക്കാരിലാണ് വരുന്നത്. അതിനങ്ങനെ വലിയ ഈസ്ട്രജൻ ഇതൊന്നുമില്ല. അപ്പോൾ അതിന് കുറച്ച് റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്നോസിസ് ഒക്കെ കുറച്ച് ബാഡാണ്, എന്നാലും കുഴപ്പമില്ല. എന്താണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് യൂട്രൈൻ ക്യാൻസറിൻ്റെ ഒരു ബെനിഫിറ്റ്. കാരണം എന്താണെങ്കിലും ഒരു ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഒരു ഇറെഗുലാരിറ്റിയോ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ബ്ലീഡിങ് ഡോക്ടർ പറഞ്ഞില്ലേ, അപ്പോൾ ബ്ലീഡിങ് പൊതുവേ നമുക്ക് പീരിയഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് ബ്ലീഡിംഗ് ആണോ, അത് രണ്ടും ഡിഫറെൻ്റ് അല്ലേ? നമുക്ക് പീരിയഡ്സിൽ വരുന്ന ബ്ലഡും നോർമലി ഒരു വൂണ്ട് ഉണ്ടാകുമ്പോൾ വരുന്ന ബ്ലഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വരിക എൻഡോമെട്രിയം ക്യാൻസർ ആകുമ്പോൾ? അതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇത് യൂഷ്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അന്നേരം നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് പറയണം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് കൂടുതൽ വരാനുള്ള സാധ്യത. അപ്പം കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ, ഹൈപ്പർ ഈസ്ട്രോജനിക് ഫേസസ്, അതായത് അനോവുലേഷൻ, PCOD, ഇപ്പം എല്ലാ സ്ത്രീകൾക്കും അതെ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ പീരിയഡ്സ് തള്ളി പോകും, ലേറ്റ് ആവും, ചിലപ്പോൾ 3-4 മാസത്തിലൊക്കെ ആയിരിക്കും പീരിയഡ്സ് വരിക. അപ്പം വരുന്ന സമയത്ത് 15 ദിവസമൊക്കെ ബ്ലീഡിങ്, മനസ്സിലായോ? അത് നോർമലല്ല. ഒരു നോർമൽ പീരിയഡ്സ് എന്ന് വെച്ചാൽ 3 മുതൽ 8 ദിവസം വരെ ഉണ്ടാവാം. അത് ഒരു മാക്സിമം ഒരു 35 ദിവസത്തിനുള്ളിൽ വന്നിരിക്കും യൂഷ്വലി. അതാണ് നോർമൽ ഒരു പീരിയഡ്സ്. അതിനെക്കാട്ടിലും വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ അത് നോർമലല്ല. അപ്പം 3-4 മാസത്തിൽ ഒരു സമയം ബ്ലീഡ് ചെയ്യുന്ന ആളുടെ ഉൾഭിത്തി 3-4 മാസത്തേക്ക് വളരുകയാണ് ഒരു കൺട്രോൾ ഇല്ലാണ്ട്. എല്ലാ മാസവും പിന്നെ ഷെഡ് ചെയ്യേണ്ടിയിരുന്ന എൻഡോമെട്രിയം അത് ചെയ്യാതെ ഉൾഭിത്തി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കൺട്രോൾ ഇല്ലാത്ത ഗ്രോത്ത് ആണല്ലോ ക്യാൻസർ. അപ്പോൾ സ്ലോലി അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസുള്ള ആൾക്കാർ, പിന്നെ ഒരുപാട് തടിയുള്ള ആൾക്കാർ, നമ്മളുടെ ഫാറ്റിലാണ് ഈ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ വേറൊരു സ്ഥലം, ഓവറി അല്ലാണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫാറ്റ് ഉണ്ടാകുമ്പോൾ അതിനകത്തു നിന്നൊക്കെ ഈ ഹോർമോൺ വന്നുകൊണ്ടിരിക്കും. അൺഒപ്പോസ്ഡ് ഈസ്ട്രജൻ ആണ് CA എൻഡോമെട്രിയം ടൈപ്പ് 1-ൻ്റെ ഏറ്റവും മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ചില മരുന്നുകൾ എടുക്കുന്നവർ, ഇപ്പോൾ ഈസ്ട്രജൻ കണ്ടെയ്നിങ് മെഡിക്കേഷൻസ്, ആയുർവേദ മെഡിക്കേഷൻസിലും ചിലതിലൊക്കെ ഈസ്ട്രജൻ ഉണ്ടാവും, അപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ടമോക്സിഫെൻ എന്ന് പറഞ്ഞിട്ട് CA ബ്രസ്റ്റ് ഉള്ളവർക്ക് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട്, അതിൽ പിന്നെ കുറേ ജനറ്റിക് റീസൺസും ഒക്കെ ഇതിന് കാരണങ്ങളാണ്. അപ്പം ഇറെഗുലർ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പീരിയഡ്സ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ദിവസം, അയാൾക്ക് ഓരോരുത്തർക്കും ഓരോ സൈക്കിൾ ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ 28 ഡേയ്സ് ആയിരിക്കും ഒരാളുടെ, ചിലരുടെ 30 ആയിരിക്കും, ചിലരുടെ 32 ആയിരിക്കും, 35 ആയിരിക്കും. അത് ആൾക്ക് റെഗുലറാണ്. അതല്ലാതെ അതിൻ്റെ ഇടയ്ക്കോ അത് കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും ഒരു ബ്ലീഡിങ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ
പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിംഗ് എന്ന് പറയും. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. കാരണം കുറച്ച് ഒരു 50-51 വയസ്സാകുമ്പം ഒരു സ്ത്രീക്ക് അവരുടെ പീരിയഡ്സ് നിൽക്കണം യൂഷ്വലി. നിന്നില്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. 51 വയസ്സിൽ നിന്നിട്ടില്ല, ഒരു പീരിയഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു ഈസ്ട്രജനിക് ഇതുണ്ട്, അപ്പം നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് അവരെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം അത് ഒരിത് അല്ല. പീരിയഡ്സ് നിന്നു, ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു 6 മാസം ഒരു വർഷത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ മെനപ്പോസാണ്. ഒരു വർഷത്തേക്ക് അത് നിന്ന് കഴിഞ്ഞ് എന്തൊരു തുള്ളി ബ്ലഡ് വന്നാലും അത് ഇവാലുവേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേറെ പറഞ്ഞല്ലോ, 3-4 മാസത്തിൽ കൂടുതൽ കൂടുമ്പോൾ ഒരു പീരിയഡ്സ് വരുന്ന ആൾ, അതും പ്രശ്നമാണ്. അതും ഈ ഹൈപ്പർ ഈസ്ട്രോജനിക് ഫേസ് ആണ്. പിന്നെ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, അത് ഈ ബന്ധപ്പെട്ട ശേഷമുള്ള ബ്ലീഡിങ്, അത് എൻഡോമെട്രിയത്തിന് യൂട്രസിന് അത്രയും ഇല്ല, അത് സെർവിക്സിനാണ്. അതും പ്രശ്നമുള്ള ബ്ലീഡിങ് തന്നെയാണ്. അപ്പം നമ്മളുടെ യൂഷ്വൽ സൈക്കിളിൽ നിന്ന് എന്ത് വ്യത്യാസമുണ്ടെങ്കിലും അത് നോക്കുക. പിന്നെ ബിയോണ്ട് 45 ഡേയ്സ് ഉള്ള സൈക്കിൾസ് എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ചില ആൾക്കാർക്കില്ലേ സ്റ്റാർട്ടിങ് തന്നെ ചിലപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോഴായിരിക്കും. അതാണല്ലോ അയാളുടെ റെഗുലർ എന്ന് പറയണത്. അതും ബുദ്ധിമുട്ട് തന്നെയാണോ? സ്റ്റാർട്ടിങ് ഇപ്പം ഒരു കുട്ടിക്ക് പീരീഡ്സ് തുടങ്ങുന്നത് ആ സമയത്ത് ആ ഓവറി പിച്ച വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ പഠിപ്പിച്ച് എടുക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയാണെന്നുള്ളത്. ആ സമയത്ത് നോർമലാണ്, കുറച്ച് ലേറ്റ് ആയിട്ട് വരിക, ചിലപ്പോൾ 6 മന്ത്സ് ആ പ്യൂബർട്ടിയാണ്. ആ സമയത്ത് ചെറിയ മെനറേജിയും ഒക്കെ വരാം, അത് നോർമലാണ്. അത് കഴിഞ്ഞ് ഒരു 3-4 വർഷത്തിനുള്ളിൽ യൂഷ്വലി അത് നോർമൽ ആവണം. ഇല്ലെങ്കിൽ അത് കുഴപ്പമാണ്. അതാണ് നമ്മുടെ നോർമൽ സൈക്കിള്. ഇനീഷ്യൽ പഠിച്ചു വരുന്ന സമയത്തുള്ളതല്ല. അതായത് ഒരു ഫസ്റ്റ് 3-4 ഇയേഴ്സ് നമ്മൾ വിട്ടുകൊടുക്കണം. കാരണം അത് പ്യൂബർട്ടിയാണ്, അത് ഓവറി പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഏർലി അല്ലേ, 10 വയസ്സിലൊക്കെ എല്ലാവർക്കും മെനാർക്കി ആവുന്നു. അപ്പോൾ ഒരു 13-14 വയസ്സാകുമ്പോഴായിരിക്കും ശരിക്കുള്ള സൈക്കിൾസ്, ഓവുലേറ്ററി സൈക്കിൾസ് തുടങ്ങുന്നത്. ഇനീഷ്യലി ഒക്കെ അനോവുലേറ്ററി സൈക്കിളായിരിക്കും. ഓവം വരുന്നില്ല, വെറുതെ ഹോർമോണിൻ്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 3 മാസം കൂടുമ്പോൾ ചിലർക്ക് വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിലൊക്കെ അപ്പോൾ ഓവം എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക? ബിക്കോസ് അത് അനോവുലേറ്ററി ആണ്. ഓക്കെ. പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അനോവുലേഷൻ ആണ്. അനോവുലേഷൻ വരുമ്പോൾ പ്രൊജസ്ട്രോൺ ഇല്ല, അൺഒപ്പോസ്ഡ് ഈസ്ട്രജൻ ആണ്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ്ട്രജൻ വരും, ഭിത്തി വരുന്നു, പിന്നെ പ്രൊജസ്ട്രോൺ വരുന്നു, അതിനെ സിമെന്റ് പോലെ ആക്കിയിട്ട് അത് എല്ലാം കൂടെ വിത്ഡ്രോ ആവുമ്പോൾ പുറത്തേക്ക് ബ്ലീഡിങ് വരുന്നതാണ്. പക്ഷേ ഈ പ്രൊജസ്ട്രോൺ ഇല്ല ഇതാവുന്നത് അനോവുലേഷൻ വരുമ്പോഴാണ്. അപ്പോൾ ഓവുലേഷൻ ഇല്ല ഈ പോളിസിസ്റ്റിക് ഓവറീസിന്, അതാണ് കുഴപ്പം. അപ്പോൾ അവരുടെ ബ്ലീഡിങ് അത് നോർമൽ അല്ല. അതെന്ന് വെച്ചാൽ ഇത് കുറേ സിമെന്റ് ഇല്ലാതെ കെട്ടി ഒരു ഭിത്തി കുറച്ച് കഴിയുമ്പോൾ തനിയെന്നെ വീഴില്ലേ, കുറച്ച് വീഴും പിന്നെ കുറച്ച് വീഴും, അതുപോലെയാണ്. അപ്പം സിമെന്റ് ഇട്ട് കെട്ടി നമ്മളൊരു തട്ട് കൊടുത്ത് അടിയിൽ നിന്ന് തന്നെ വീഴുന്നതാണ് നോർമൽ മെൻസ്ട്രുവേഷൻ. അപ്പം 45 ഡേയ്സിന് ബിയോണ്ട് ആയിട്ടുള്ള എല്ലാ ബ്ലീഡിങ്ങും നമ്മൾ നോക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഓക്കെ. നമ്മൾ പൊതുവേ ഇതിന് കുറച്ച് എന്താ പറയുക കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഇപ്പം നമ്മൾക്കിപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്താ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് ജനറേഷൻ ആണല്ലേ, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലേ. നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം ചില ജനറ്റിക് ഇതുണ്ട്, അതുണ്ട്, ലിഞ്ച് BRCA എന്നൊക്കെ പറഞ്ഞ് അത് വേറെ തന്നെ. മാറ്റാൻ പറ്റുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ചെയ്യാതിരിക്കുക, ഈ ഫാസ്റ്റ് ഫുഡ് മെൻറ്റാലിറ്റി, കുറച്ച് ഡയറ്റും എക്സസൈസും നോക്കുക, അതൊക്കെയാണ് നോക്കാവുന്നത്. പിന്നെ ചില ആൾക്കാർക്ക്, മെലിഞ്ഞ ആൾക്കാർക്കും പോളിസിസ്റ്റിക് ഓവറീസ് വരും. അത് ഒരു ജനറ്റിക് ഇതുപോലെ തിൻ PCOS എന്ന് പറഞ്ഞാൽ അവരെയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്കും എന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ എന്താണ് വേണ്ടത്, 45 ഡേയ്സിൽ എങ്ങനെയെങ്കിലും പീരിയഡ്സ് വരുത്തണം. അപ്പോൾ പ്രൊജസ്ട്രോൺ കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു ട്രീറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ കീമോ പ്രിവെൻഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പിൽസ് എടുക്കുമല്ലോ, അത് കോൺട്രസെപ്ഷന് മാത്രമല്ല ഒരു പ്രിവെൻറ്റീവ് ഇതായിട്ടും എടുക്കാം. പിൽസിനകത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പം ഓവറീസിനെ സപ്രസ് ചെയ്യും. അപ്പോൾ ഓവറിയൻ ഫങ്ഷൻ വരുന്നില്ല. അങ്ങനെ അപ്പം ഹൈപ്പർ ഈസ്ട്രോജനിക് ഫേസ് വരുന്നില്ല. അങ്ങനെ കീമോ പ്രിവെൻഷനായിട്ടും കൊടുക്കാം. അപ്പോൾ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CO ഓവറിയോ CO എൻഡോമെട്രിയോ ഒക്കെ വരാനുള്ള സാധ്യത 40 to 50% കുറയുകയാണ്. മനസ്സിലായോ? അപ്പോൾ പിൽസിനെ എല്ലാവരും ഭയങ്കര ഒരു വില്ലനായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇഫ് യു ടേക്ക് ഇറ്റ് ദ റൈറ്റ് വേ അത് ഒരു ബൂൺ കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ CA ബ്രസ്റ്റ് ഉള്ളവർക്ക് ടെമോക്സിഫൻ ടെമോക്സിഫൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ്. അത് അവർക്ക് CA ബ്രസ്റ്റ് പിന്നെ റെക്കറൻസ് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക്
2.5 മടങ്ങ് അധികം ചാൻസാണ് സി എൻഡോമെട്രിയം വരാനായിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം അതുണ്ട്. പിന്നെ നമുക്ക് അധികം മാറ്റാൻ പറ്റാത്ത ഇതാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, കൂടുതൽ കുട്ടികളുണ്ടാവുക. സ്മോക്കിംഗ് ഒരു പ്രൊട്ടക്ഷനാണ് അത്ര സി എൻഡോമെട്രിയം. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ, വേറെ പല ക്യാൻസറുകളും വന്ന് അതിനു മുമ്പ് പ്രശ്നമാവും. ഓക്കെ, നമ്മളിപ്പോൾ എൻഡോമെട്രിയത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാം പറഞ്ഞില്ലേ മസിൽ ലെയറിനും ഇൻസൈഡും വരാം. അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരും. അത് മസിലിൽ വരുന്നത് വളരെ റെയറാണ്. വളരെ റെയർ എന്ന് വെച്ചാൽ ഒരുപാട്, അത് മസിൽ എന്ന് പറഞ്ഞാൽ മസിൽ ഭിത്തി മാത്രമല്ല, ഉൾഭിത്തിയിലും ചില സെല്ലല്ലാണ്ട് സ്ട്രോമ എന്ന് പറയും, ഇടയ്ക്കുള്ള സിമെൻറ്റ് പോലത്തെ സ്ഥലം, അവിടുന്നും വരാം. അപ്പോൾ എൻഡോമെട്രിയൽ സ്ട്രോമൽ സാർക്കോമ. മസിലിന് തനിയെ വരുന്ന ലിയോമയോ സാർക്കോമ, മിക്സ്ഡ് സാർക്കോമാസ് ഉണ്ട്, കാർസിനോമ പ്ലസ് സാർക്കോമ, കാർസിനോ സാർക്കോമ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അതിനൊന്നും നമുക്ക് ജനറ്റിക് ആയിട്ടോ ഒരു ഹോർമോൺ പ്രശ്നമോ അങ്ങനെയൊന്നും പറയാൻ അധികമില്ല. അപ്പം ഈ ഫൈബ്രോയിഡ് ഉണ്ടല്ലോ, ആൾക്കാരെ പേടിപ്പിക്കാൻ പോലെയല്ല, ഫൈബ്രോയിഡ്സ് ഉണ്ടല്ലോ, നമ്മൾ വളരെ നോർമലായിട്ട് എല്ലാവർക്കും വരുന്ന ഫൈബ്രോയിഡ്, അതിനകത്ത് ഒരു 0.1% ചാൻസ് ഉണ്ട് സാർക്കോമ ആയിട്ട് മാറാനായിട്ട്. അതാണ് മസിൽ നിന്ന് വരുന്ന ഒരിത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഫൈബ്രോയിഡൊക്കെ എടുക്കുകയാണെങ്കിലും അതിനെ ഫുൾ ടെസ്റ്റിന് വിടണം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പറയുന്നത്. പിന്നെ അവർക്ക് കൂടുതൽ ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് വരുന്ന മുഴകൾ, ഒരുപാട് വളർച്ച പെട്ടെന്ന് വരിക, എന്താണെങ്കിലും പെട്ടെന്ന് വളരുന്നത് എന്തായാലും നോർമലല്ല, കാർസിനോമ ആവാൻ, ക്യാൻസറോ സാർക്കോമയോ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മാസക്കുള്ളിൽ നിന്ന ആൾക്കാർക്ക് പെട്ടെന്ന് യൂട്രസ് വലുതാവുക, അതൊക്കെയാണ് ആ സാർക്കോമ കാറ്റഗറിയിൽ വരാനുള്ള കൂടുതൽ സാധ്യത. ഓക്കെ, മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ചെറിയൊരു ശതമാനം എന്തായാലും ജനറ്റിക് ഫാക്ടേഴ്സും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എത്രമാത്രം ഇപ്പം നമ്മളുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്, ജനറ്റിക്സ് ഇതിനൊരു റോൾ എടുക്കുന്നത്? നമ്മൾക്കും ഇഷ്ടം പോലെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മൾക്ക് കാണുന്നത് ലിഞ്ച് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരിതാണ്. അപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ പലതരം ക്യാൻസേഴ്സ് ഒരു ജനറ്റിക് പൂളായിട്ട് വരുന്നതാണ്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ 50 വയസ്സിൽ താഴെ ക്യാൻസേഴ്സ് ഉള്ളവരുണ്ടോ, മൾട്ടിപ്പിൾ ജനറേഷൻസിൽ ക്യാൻസേഴ്സ് ഉണ്ടോ, അതായത് അച്ചച്ചൻ, പിന്നെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ആണ്ട് ഉണ്ടായിരുന്നു, പിന്നെ നീസിനുണ്ടായിരുന്നു, 3 ജനറേഷനിൽ ക്യാൻസർ അങ്ങനെയുണ്ടോ, മോർ ദാൻ 2 പീപ്പിൾ ക്യാൻസർ ഉള്ളവരുണ്ടോ, നിങ്ങളുടെ പെഡിഗ്രി അനാലിസിസ് ചെയ്യും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരു സംശയം വയ്ക്കും. അത് ഏതൊക്കെ ക്യാൻസറാന്ന് വെച്ചാൽ യൂട്രസ് ആവാം, ഓവറി ആവാം, ബ്രസ്റ്റ് ആവാം, പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് ആവാം, മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ആവാം, ഇതേതും ആവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ടെസ്റ്റിങ്ങിന് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ അവർക്ക് ബ്ലീഡിംഗ് ആണ്, നമ്മളൊരു എൻഡോമെട്രിയൽ ബയോപ്സി എടുത്തു എന്ന് വെച്ചാൽ ആ ബയോപ്സി സ്പെസിമെനിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിനകത്ത് സംശയം തോന്നുകയെന്ന് വെച്ചാൽ ബ്ലഡിലും ടെസ്റ്റ് ചെയ്യാം. ഇനി ഇവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ അതൊരു ഡയഗ്നോസ്റ്റിക് ഇതാണ്, അതൊരു ടൈപ്പ് ഓഫ് ക്യാൻസറാണ്, അതിൻ്റെ പ്രോഗ്നോസിസ് ഒക്കെ വ്യത്യാസമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗപ്പെടാം. പിന്നെ പ്രിവെൻഷൻ, അവരുടെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ആ ജീൻ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അതിന് വേണ്ടി പ്രിവെൻഷനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത്, അപ്പോൾ അവർക്ക് ചെറിയ ടെസ്റ്റ് ചെയ്താൽ മതി, ഈ ജീൻ ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി, ചെറിയ പൈസയാവുള്ളൂ. ഫസ്റ്റ് ടെസ്റ്റിങ്ങിനാണ് കൂടുതൽ പൈസയാവുക. അപ്പോൾ ലിഞ്ച് സിൻഡ്രോം, പിന്നെ വേറെ BRCA, അതായത് ബ്രസ്റ്റ് ഓവറിയൻ ക്യാൻസർ സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ കൗഡൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഫാമിലീസിന് നമുക്ക് യൂഷ്വലി നമ്മൾ അവർക്ക് ജനറ്റിക് കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് അവരെ എങ്ങനെയാണ് അത് എത്ര വയസ്സിൽ സ്ക്രീനിങ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ലിഞ്ച് സിൻഡ്രോമിലാണ് ഈ കോളോൺ ക്യാൻസറിന് ഭയങ്കര സാധ്യത കൂടുതലാണ്. അപ്പം സി എൻഡോമെട്രിയം കഴിഞ്ഞ് ഇപ്പം നമുക്ക് അങ്ങനെ കുറേ പേരുണ്ട്, എൻഡോമെട്രിയം കഴിഞ്ഞ് ഫോളോ അപ്പിന് വരുമ്പോൾ കോളോൺ ക്യാൻസർ, അല്ലെങ്കിൽ കോളോൺ ക്യാൻസറിൻ്റെ ഫോളോ അപ്പിലിരിക്കുമ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസർ, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് നേരത്തെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മാം പറയുന്നുണ്ടായി ടൈപ്പ് 1 എൻഡോമെട്രിയൽ ക്യാൻസറിൽ നമ്മൾ ചെറിയ ആളുകൾക്കും ഇത് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ എന്താ? ബിക്കോസ് ചിലർ അവർ ഫെർട്ടിലിറ്റി ഏജിലായിരിക്കും, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി പോസിബിൾ ആണോ? ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൂടെ നമുക്കൊരു ഡിസ്കസ് വന്നാൽ 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് സി എൻഡോമെട്രിയം, അതൊക്കെ വളരെ വളരെ റെയറാണ്. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ നമ്മൾ കാണുന്നുണ്ട്. ഒബീസാണ്, 26-27 ഇയേഴ്സിൽ സി എൻഡോമെട്രിയം, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഫെർട്ടിലിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല, ഫാമിലി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം യൂട്രസ് എടുത്തു കളയുക എന്നുള്ളതാണല്ലോ നമ്മളുടെ യൂഷ്വൽ ഒരു
ഇതിൽ വരുന്നത്. അപ്പം അവർക്കതിന് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പെഷ്യൽ എന്താണെങ്കിലും ഡയഗ്നോസിസിന് ബയോപ്സി എടുക്കണം. അതിൽ സ്പെഷ്യൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും. ഈ പറഞ്ഞ പോലെ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് ഇമേജിങ്, അതായത് സ്കാനിങ് ചെയ്ത് നോക്കും, ഭിത്തിയിലേക്കൊക്കെ പോയിട്ടുണ്ടോ. അങ്ങനെ ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഫെർട്ടിലിറ്റി സ്പെയറിങ് ഓപ്ഷൻസ് കൊടുക്കാം. അതായത് ഹോർമോൺ, ഈ ഈസ്ട്രജൻ കൊണ്ടാണ് പ്രശ്നം, പ്രൊജസ്ട്രോൺ ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പ്രൊജസ്ട്രോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അത് യൂട്രസിനകത്ത് വെക്കാം, ഇഞ്ചെക്ഷൻ കൊടുക്കാം, ടാബ്ലറ്റ് കൊടുക്കാം. എന്നിട്ട് അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കും. 3 മാസം 6 മാസം വരെ റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ മരുന്ന് കൊടുത്തിട്ട് കുറച്ച് കാലം കൂടി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയതിനു ശേഷം പ്രഗ്നൻസിയും അത് കഴിഞ്ഞിട്ട് സർജറിയും പറഞ്ഞു വിടാറുണ്ട്. നമുക്ക് അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട്. അത് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയവരും ഉണ്ട്, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരും ഉണ്ട്. അതൊക്കെ ആണെങ്കിലും അവർ പ്രഗ്നൻസി കഴിയുമ്പോൾ അവരുടെ യൂട്രസ് എടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുക. കാരണം ജസ്റ്റ് ഫെർട്ടിലിറ്റി സ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ കൊടുക്കുന്നത്. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവും? ഇല്ല, ഇത് ഈ ക്യാൻസർ കാരണം കുട്ടികൾക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല. ഇത് അങ്ങനെ പകരുന്ന ഡിസീസും അല്ല. അവർ ക്യൂർ ആയതിനു ശേഷമാണ് നമ്മൾ അവരെ പ്രഗ്നൻസിക്ക് അലൗ ചെയ്യുന്നത്. അതായത് നമ്മൾ ബയോപ്സി എടുത്തിട്ടും ഇമേജിങ് എടുത്തിട്ടും നോക്കും. ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാം. അങ്ങനെയാണ് നമ്മൾ. ഇത് രണ്ടാണോ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, ഇമേജിങ്ങും? യൂഷ്വൽ മിനിമം. പിന്നെ നമ്മൾ ബയോപ്സി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബയോപ്സിയിൽ കൂടുതൽ സ്പെഷ്യൽ ടെസ്റ്റ് IHC എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് നോക്കും എന്ത് ടൈപ്പാണ് അതൊക്കെ. പിന്നെ ഇമേജിങ്ങും. പിന്നെ നമ്മൾ സ്പ്രെഡ് ആയോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണം. എക്സ്റേ അങ്ങനെയൊക്കെ എടുത്ത് നോക്കും. പിന്നെ എന്താണ് അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ്, ടെസ്റ്റുകൾ വേണ്ടി വരും. ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് പൊതുവേ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടെസ്റ്റ് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്, എന്തൊക്കെയാണ് ഉള്ളതെന്നും സ്റ്റേജിങ് ചെയ്യും. ഇപ്പോൾ സ്റ്റേജ് 1 ആണോ 2 ആണോ, യൂട്രസിന് മാത്രമാണോ, സർവീക്സിലേക്ക് വന്നിട്ടുണ്ടോ, യൂട്രസിന് പുറത്തിറങ്ങിയോ, അത് മുഴുവൻ വ്യാപിച്ചോ, വയറ്റിന് പുറത്തു പോയോ, അങ്ങനെ അനുസരിച്ച് 1, 2, 3, 4 എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏർലി സ്റ്റേജ് എൻഡോമെട്രിയത്തിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ ബേസിസ് സർജറിയാണ്. അപ്പം ഏർലി സ്റ്റേജസ് ആണ്. യൂട്രസ് കൺഫൈൻഡ് ഡിസീസ് ആണെങ്കിൽ there is an option of minimal invasive surgery also. Minimal invasive താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. അത് ലാപ്രോസ്കോപ്പി ആയിട്ടും ചെയ്യാം, റോബോട്ടിക് ആയിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ യൂട്രസ്, ഓവറി ഒക്കെ എടുക്കുന്നു. അതിന് മുമ്പ് യൂട്രസിൽ ലിംഫ് നോഡ്, കഴല, അതൊക്കെ എടുക്കണം. പിന്നെ സ്റ്റേജിങ്ങിനായിട്ട് മൾട്ടിപ്പിൾ പെരിറ്റോണിയൽ സാമ്പിളിങ് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിപ്പം ഫുൾ കഴല എടുക്കുമ്പം ചിലർക്ക് നീര് വരിക, ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് നമുക്കിപ്പോൾ പുതിയതായിട്ട് നമ്മൾ യൂട്രസ് എടുക്കുന്നതിന് മുമ്പ് അതിനകത്തൊരു ഡൈ ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. എന്നിട്ട് സെൻറ്റിനൽ ലിംഫ് നോഡ് എന്ന് പറയും. സെൻറ്റിനൽ എന്ന് വെച്ചാൽ കാവൽക്കാരൻ. ഫസ്റ്റ് അയാൾ ഡോറ് തുറന്നാലല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് പോവുള്ളൂ. അപ്പം ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ ലിംഫ് നോഡ്, ആ കാവൽക്കാരൻ ലിംഫ് നോഡിനെ മാത്രം എടുക്കും. 2 സൈഡിലും എവിടെയാന്ന് ആ ഡൈ പോകുന്ന ആ നോഡിനെ മാത്രം എടുത്ത് പരിശോധിക്കും. അങ്ങനെ നമ്മൾ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് 2 ക്യാൻസർ ഒക്കെയാണ് ഒമെൻറ്റം എടുക്കണം. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട് സർജറിക്ക്. അതിപ്പോൾ ഏർലി ക്യാൻസർ. പിന്നെ വയറിന് ഇല്ല, യൂട്രസിന് പുറത്തായി പക്ഷേ വയറിൽ എടുക്കാവുന്ന രീതിയിലൊക്കെ ഉള്ളെങ്കിൽ വയറ് തുറന്നുള്ള സർജറി ആണ് നമ്മൾ ചെയ്യുക. ഇനി ഇതില്ല, വയറ് തുറന്നിട്ടുള്ള സർജറിക്കും പറ്റില്ല, ലങ്സിലേക്ക് പോയി, ലിവറിലേക്ക് പോയി, അങ്ങനെയൊക്കെ ഉള്ള ഒരു അഡ്വാൻസ് സ്റ്റേജ് ആണ് എന്ന് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കീമോ കൊടുത്ത് ഡിസീസ് കുറച്ചിട്ട് വയറ്റിലേക്ക് മാത്രം ആകുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ സർജറി ചെയ്യും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടെസ്റ്റുകൾ വരുമല്ലോ, പിന്നെയും ടെസ്റ്റുകൾ വരും. എവിടെയൊക്കെ ഉണ്ട്, ഉള്ളിലാണോ, ഭിത്തിയിൽ പുറത്തെത്തിയോ, ഓവറിയിലുണ്ടോ, ട്യൂബിലുണ്ടോ, കഴലയിലുണ്ടോ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റുകളുണ്ട്. ഹിസ്റ്റോപത്തോളജി നമ്മൾ കൊടുക്കുന്ന ടിഷ്യൂവിൽ. അപ്പോൾ അത് കഴിയുമ്പം എന്ത് ടൈപ്പാണ് അതൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഇനി കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണോ എന്നുള്ളത്. അപ്പം യൂഷ്വലി ടൈപ്പ് 1 ക്യാൻസറാണ്, യൂട്രസിന് പുറത്തൊന്നും പോയിട്ടില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇല്ല, ഭിത്തിയുടെ എൻഡോമെട്രിയത്തിന് ഉൾഭിത്തിയിലാണ് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരില്ല. പിന്നെ മസിലിലേക്കൊക്കെ വന്നു, വേറെ ടൈപ്പ് ക്യാൻസറാണ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി അഡ്ജുവൻ്റ് ആയിട്ട് സർജറിക്ക് ശേഷം കൊടുക്കാറുണ്ട്. മുമ്പ് കീമോതെറാപ്പി കൊടുത്ത് സർജറി ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം അത് കഴിഞ്ഞിട്ടും നമ്മൾ വേണ്ടെങ്കിൽ കീമോതെറാപ്പിയോ റേഡിയേഷനോ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അതൊക്കെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ്.
ഓക്കെ ഓക്കെ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവർ എത്ര ഒരു കാലയളവിൽ ഫോളോ അപ്സ് എടുക്കണം? അപ്പം നമ്മൾ എന്ത് ക്യാൻസർ ചികിത്സിച്ചാലും ഫോളോ അപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ റെക്കറൻസ് ഇസ് എ റൂൾ എന്നാണ് പറയുക ക്യാൻസറിൽ. അപ്പം നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റെക്കറൻസ് വരുമ്പം. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ധാരാളമുണ്ട്. അപ്പം നമ്മളിവരെ ആദ്യമൊക്കെ ഫസ്റ്റ് 3 months വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരെന്നെ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ എക്സാമിനേഷൻ ചെയ്യും. വർഷത്തിൽ ഒരിക്കലും ഒരു CT സ്കാൻ ചെയ്ത് നോക്കും. അങ്ങനെ നമ്മൾ 5 years വരെ ആദ്യം 3 months, 6 months, പിന്നെ ഇയർലി അങ്ങനെ ഫോളോ അപ്പ് ഉണ്ട്. എന്തെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ബയോപ്സി എടുക്കും, ഇമേജിങ് ചെയ്യും, അടുത്ത ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോകും. ഓക്കെ. നമ്മൾ പൊതുവേ ഇപ്പോൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ് സെറോഗസി എന്ന് പറയുന്നത്. അപ്പോൾ ചിലരതൊരു ജോബ് എന്ന രീതിയിൽ കണക്കാക്കിയിട്ട് 1, 2 അതിൽ കൂടുതലും എടുക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്യാൻസറിന് അത് കാരണമാവുമോ അത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച്? എടുക്കുന്നതെന്ന് വെച്ചാൽ സറോഗേറ്റ് ആയിട്ട് വരുന്ന ആളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓവം ഡൊണേഷൻ ഉണ്ട്, പ്രഗ്നൻസി സറോഗേറ്റ് ഉണ്ട്. അതായത് പ്രഗ്നന്റ് യൂട്രസിൽ കുട്ടീനെ വളർത്തുക. ഓവമും ഇപ്പം പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ കുട്ടീനെ പോലെ അവരുടെ എംബ്രിയോ ആണ്, പക്ഷെ വേറൊരു യൂട്രസിൽ വളരുന്നു. അവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല. അവർക്ക് ആക്ച്വലി പ്രൊട്ടക്ഷൻ ആയിരിക്കും എൻഡോമെട്രിയം മാത്രം നോക്കുകയാണെങ്കിൽ. കാരണം പ്രഗ്നൻസി ഈസ് പ്രൊട്ടക്റ്റീവ്, അത്രയും കാലം പ്രൊജസ്ട്രോൺ ആണ്. പക്ഷേ ഓവം ഡൊണേഷന് വേണ്ടി സർഗസി ചെയ്യുന്നത് അപ്പം മൾട്ടിപ്പിൾ ഓവുലേഷൻസ്, ആ മൾട്ടിപ്പിൾ ഓവുലേഷൻസ് വരുമ്പം അത് ഓവറിക്ക് ഹിറ്റാണ് റാദർ ദാൻ എൻഡോമെട്രിയം. മൾട്ടിപ്പിൾ ഓവുലേഷൻസ് വരുമ്പോൾ ഓവറിയൻ പ്രശ്നങ്ങൾ ക്യാൻസറിന് കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ടു ദ ഓവറി. ഇതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ PCOD എന്ന് പറയുന്നത് വളരെ കോമൺ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മളുടെ ഏജിൽ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ മാം പറഞ്ഞു അത് നമ്മളൊരു 45 days കൂടുമ്പോൾ നിർബന്ധമായിട്ടും അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു അറിവോ ബോധമോ ആർക്കും ഇപ്പോഴും ഇല്ല. അവരൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസം മുന്നേ വന്നത് ഇനി വരുമോ എന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സ്റ്റേജിൽ ഒരു ഡോക്ടറെ കാണണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇപ്പം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്കിതും വരുന്നത്. നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജനറേഷൻ അല്ലേ, മാത്രമല്ല അധികം എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഫിറ്റ്നസ് കൂടുതൽ കുറച്ചുകൂടെ ഇത് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. അപ്പോൾ ഫിറ്റ്നസ് ആണ്, ഹെൽത്ത് ആൻഡ് ഡയറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ചിലർക്ക് പക്ഷേ ഇതൊന്ന് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എല്ലാവർക്കും വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു പരിധി വരെ ഡയറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്കിലും മൂട്ടുവേദനയായി, വേറെ എന്തെങ്കിലും പ്രശ്നമായി, എവിടെയെങ്കിലും ഒന്ന് വീണു, അങ്ങനെയൊക്കെ വരും. അപ്പം നീന്തുക, അങ്ങനെ യോഗ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഡയറ്റ് നോക്കുക. പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ഡോക്ടറുടെ ഇതിൽ എടുക്കാം. പക്ഷേ അവോയ്ഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. 3 to 4 months. ഇനി ഒന്നും രക്ഷയില്ല, ഭയങ്കര തടിയാണ്, ഒരു രക്ഷയിലും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാരിയാട്രിക് സർജറീസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അതായത് വയറിൻ്റെ ക്ലിപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തടി കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു BMI 40 മേലെ എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ്, ഹൈറ്റ് വെയിറ്റ് വെച്ചിട്ടുള്ള ഒരു കണക്കൂട്ടലാണത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഈ ഇറഗുലർ സൈക്കിൾസ് വരുന്ന ഞാൻ പറഞ്ഞല്ലോ 45 days പീരിയഡ്സ് വരുത്തണം എന്നാണ്. പ്രൊജസ്ട്രോൺ എടുത്തിട്ട് പീരിയഡ്സ് വരുത്താം, അങ്ങനെ ചെയ്യാം. അല്ല ഇപ്പം പ്രഗ്നൻസി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല, എന്തായാലും കോൺട്രസെപ്ഷനും വേണം, അതങ്ങനെയുള്ളവർക്ക് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ഉണ്ട്. എന്നും മരുന്ന് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. യൂട്രസിനുള്ളിൽ പ്രൊജസ്ട്രോൺ റിലീസിങ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് തന്നെ സ്ലോ ആയിട്ട് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്ത് അത് ഹീൽ ചെയ്തുകൊണ്ട് ഇരിക്കും. അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ അവോയ്ഡ് ചെയ്യുന്നത് ഒരു നല്ല ട്രെൻഡ് അല്ല. ഓക്കെ. ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് യൂസ് ചെയ്യുന്നത് പിന്നീട് അവർക്ക് ക്യാരി ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. ഓക്കെ. അത് കോപ്പർട്ടി പോലെ തന്നെ ഒരു ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആണ്. അത് ജസ്റ്റ് നമ്മൾ ഔട്ട് പേഷ്യൻറ്റിൽ തന്നെ ഇടാം. ആണോ? അത് ഇടുക. പിന്നെ അത് ചിലപ്പം 5 years 6 years വരെ അത് വർക്ക് ചെയ്യും. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഒന്നുകിൽ പ്രഗ്നൻ്റ് ആവാം, അല്ലെങ്കിൽ പിന്നെ ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യും. പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ക്യാൻസറും മിക്കവാറും ക്യാൻസേഴ്സൊക്കെ ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഒരു കേട്ടതിൽ വെച്ചിട്ട് ഒരു ക്യാൻസർ മാത്രമാണ് നമുക്ക് ഏർലി സ്റ്റേജിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക, അത് നമുക്ക് കൺസൾട്ട് ചെയ്ത് പരിഹരിക്കാൻ പറ്റുക. സോ എത്രയും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് മാം പറഞ്ഞ രീതിയിൽ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പോയി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today, മാം. താങ്ക് യു. മൈ പ്ലഷർ. താങ്ക് യു.